എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു മുട്ട കൊണ്ട് കുക്കർ ബിരിയാണി ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി റെഡി ആയിക്കോളി. നമുക്ക് എന്തെല്ലാം വേണ്ടതെന്ന് നോക്കിയാലോ. എളുപ്പത്തിൽ നോക്കി നമുക്കിന്ന് ഉണ്ടാക്കാം. അപ്പോൾ അതിനൊരു ഫ്രഷ് മസാല നമ്മൾ പൊടിച്ചെടുക്കണം. അതിന് വേണ്ടുന്നത് ഇതെല്ലാം. ഇത് എല്ലാം കൂടി ഒന്ന് ഫ്രഷായിട്ട് വറുത്ത് പൊടിച്ചെടുത്താൽ ആ ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ ബേ ലീഫ്, പിന്നെ ഒരു 3 ഏലക്കായി, ഗ്രാമ്പു, 1 സ്റ്റാർ അനൈസ്, പിന്നെ ജാതി പത്രി എൻ്റെ അടുത്ത് പൊട്ടിപ്പോയതാണ്, അതുകൊണ്ട് അങ്ങനെ ഇട്ട് ഇല്ല, ഒറ്റൊന്ന് മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളകും 1 പട്ടയും, 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു പട്ട. എന്നിട്ടൊന്ന് സ്റ്റൗ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ മല്ലി ഇടണം, 1 ടീസ്പൂൺ മല്ലി. പക്ഷേ എൻ്റെ അടുത്ത് 1 ടീസ്പൂൺ മല്ലി ആയിട്ടില്ല, അപ്പോൾ വറുത്ത് പൊടിച്ചതാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഇത് ചൂടായതിന് ശേഷം സ്റ്റൗ ഓഫാക്കിയിട്ട് ആ ചൂടുള്ള പാത്രത്തിലേക്ക് അതങ്ങ് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതാണ്ട ഇതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. നിങ്ങളുടെ അടുത്ത് മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇതെല്ലാം കൂടി ഒന്ന് ചൂടായിക്കോട്ടെ. എന്നിട്ട് സ്റ്റൗ ഓഫാക്കിയിട്ടാണ് ഇത് ഇളക്കുന്നത്. സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്താൽ നമുക്ക് മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. തണുത്തിട്ടുണ്ട്, ഇതൊന്ന് പൊടിക്കട്ടെ. പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 4, നിങ്ങളടുത്ത് ചെറുതാണെങ്കിൽ 6 8 ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 1.5 ഇഞ്ച് കഷ്ണം ഇഞ്ചി ഇതുപോലെ തോല് ചെത്തിയിട്ട് മുറിച്ചിട്ടെടുത്തിട്ട് അതും കൂടി അതിലിട്ട് കൊടുക്കാം. പിന്നെ 3 പച്ചമുളക്, 1 തണ്ട് മല്ലിയില, ഇതെല്ലാം കൂടി ഒന്നും കൂടി ഇതിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇതൊരു ഭാഗത്തിരിക്കട്ടെ. നമുക്കിനി മുട്ട ഞാൻ 6 മുട്ട പുഴുങ്ങി ഇറന്ന് വെച്ചിട്ടുണ്ട്. അതൊന്ന് മസാലയാക്കി എടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അധികം ലോ ഫ്ലെയിമിലാണേ വെക്കാവൂ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ഉപ്പ് ആവശ്യത്തിന്. അത് നിങ്ങൾ എത്രയാണ് ചേർക്കുന്നത് വെച്ചാൽ, മുട്ടയ്ക്ക് തന്നെ ഒരു ഉപ്പിൻ്റെ ചുവ ഉണ്ടാവില്ലേ, അപ്പോൾ കുറച്ചിട്ട് കൊടുത്താൽ മതി. നിങ്ങൾ സൗകര്യം പോലെ എത്രയാണെന്ന് വെച്ചാൽ. അതെല്ലാം കൂടി മസാല ഒന്ന് ചൂടായി വരുമ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കണം. മുട്ട 4 ഭാഗം ഞാനിങ്ങനെ വരവെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ഈ മുളകും മഞ്ഞളും എല്ലാം കയറും, ഉപ്പും എല്ലാം കയറും. അപ്പം അങ്ങനെ ഒന്ന് നല്ലോണം വളരെ മൊരിച്ചാൽ റബ്ബർ പോലെയായിപ്പോൾ അറിഞ്ഞൂടെ മുട്ടേൻ്റെ സ്വഭാവം. അപ്പം അതിനനുസരിച്ച് നമുക്ക് തിന്നാൻ പറ്റുന്ന ഭാഗത്തിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ഏകദേശമായിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാമെന്നേ ഇടാവോ, വളരെ ശ്രദ്ധിക്കണം. അതൊരു ഭാഗത്തിരിക്കട്ടെ. ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 2 ടേബിൾ സ്പൂൺ നെയ്യ്, അതൊന്ന് ചൂടാകുമ്പോൾ നമ്മളെ മസാലപ്പൊടി ഉണ്ടല്ലോ, ആദ്യം പൊടിച്ച് വെച്ചത്, അത് അതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അധികം കരിഞ്ഞു പോറ് വളരെ ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ടേ ഇത് ചെയ്യാവും. ഇനി 2 വലിയുള്ളി നീളത്തിൽ മുറിച്ചിട്ട് അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ കുക്കറിൻ്റെ മൂടിയിട്ട് വെയിറ്റും വെച്ച് ഒരു വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിലിങ്ങ് വരുത്താം. എന്നാൽ പെട്ടെന്ന് അത് വഴന്ന് കിട്ടും. അതാണ് വരട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ ബാക്കി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. ഇത് സൗണ്ട് വിസിൽ വന്ന് എല്ലാം ആവിയെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. വേണ്ട നല്ലോണം മാഷായി വരുന്നുണ്ട്. ഇനി സ്റ്റൗ കത്തിച്ചിട്ട് നമുക്ക്
തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളി, മീഡിയം സൈസ് 2 തക്കാളി, അത് മുറിച്ചിട്ട് അതും കൂടി ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അതും നല്ലോണം അടിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണിനും മേലെ നിൽക്കുന്ന പോലെ കുമിച്ചെടുത്തിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി. അതെല്ലാം നല്ലോണം മിക്സായി വന്നാൽ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കണം. നല്ലോണം നന്നായി വരട്ടെ. കണ്ട നല്ല പശ പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തൈര്, നല്ല കട്ടി തൈര് നമുക്ക് ചേർത്തോളെ, നല്ല ഉണ്ടാവും. അതും ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അരമണിക്കൂർ മുമ്പേ 2 കപ്പ് അരി ഞാൻ കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ കുതിർത്ത് വെച്ച അരി ഇപ്പം വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം വാർത്ത് അതും ഇതിൽ ചേർത്ത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, അതായത് 2 കപ്പ് അരിക്ക് നമ്മൾ 3 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. കാരണം ഇത് 3 കപ്പ് വെള്ളമാണ് ഉള്ളത്. കാരണം നമ്മൾ 1/2 കപ്പ് തൈരും ചേർത്തിട്ടുണ്ടല്ലോ, അപ്പം അത്രയേ വേണ്ടൂ. ഇതിന് എല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് നേരം. ഇനി ഉപ്പ് ചേർക്കണം. അതിൻ്റെ മുമ്പേ നമ്മൾ കുറച്ച് പുതിന ഇല കുറച്ച്, അതെല്ലാം കുറേശ്ശെ മതി, അധികമൊന്നും വേണ്ട കേട്ടോ. കുറച്ച് ഇങ്ങനെ ഒരു ഇങ്ങനെ ഞെക്കിയെടുത്താൽ ഒരു പിടി അത്ര മല്ലിയില, പുതിന ഇല, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഇളക്കിയിട്ട് നോക്കണം. ഉപ്പ് കുറച്ച് കൂടുതൽ ഉണ്ടാവണം വെള്ളത്തിൽ, എന്നാൽ മാത്രമേ ചോറിന് ഉപ്പ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞു പോകും കേട്ടോ. ഞാൻ അധികം ആദ്യമെല്ലാം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കുറഞ്ഞു പോക്കുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിച്ചോളി, അല്ലെങ്കിൽ പിന്നെ ചോറിന് ഉപ്പ് കുറവായിരിക്കും. അപ്പോൾ അത് നല്ലോണം ഇളക്കി നോക്കിയിട്ട് അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മളെ മുട്ട ഉണ്ടല്ലോ, മുട്ട എടുത്ത് മേലെ എല്ലാം നിരത്തി മേലെ വെക്കാം. നല്ല കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണേ. എന്നിട്ട് നമുക്ക് മൂടിയിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ, അത് ചില കുക്കറിന് കൂടുതൽ വേണ്ടി വരും, അത് നോക്കിയിട്ട് വെച്ചോളൂ. അത് ഒരു ഭാഗത്തിരിക്കട്ടെ. നമ്മൾ വേറൊരു ചെറിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ, 2 ടേബിൾ സ്പൂൺ നെയ്യ്. ഇത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, ഇത് ഓപ്ഷണല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അണ്ടിപ്പരിപ്പിൻ്റെ ടേസ്റ്റ്, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നതെന്ന് മാത്രം. അത് നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, അത്ര തന്നെ. വേണമെങ്കിൽ ഇതിൽ ഉള്ളിയും ചേർക്കാം. എനിക്ക് ഉള്ളി അത്ര വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഉള്ളി ചേർത്തിട്ടില്ല. നമ്മൾ ഉള്ളി വറുത്ത് ചേർക്കൂലേ, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ വിസിൽ വന്നിട്ടുണ്ട്, ഞാൻ മാറ്റി വെച്ചിന്. വിസിലെല്ലാം ഇറങ്ങി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ മണമെന്നറിയാം, നല്ല മണം. മല്ലിയും പുതിനയും എല്ലാം ഇങ്ങനെ വെന്ത ഉള്ളിൽ നിന്നിട്ടുള്ള നമ്മൾ ഈ നെയ്യ് മാത്രം ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ചോറ് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പ് വെച്ച് അലങ്കരിച്ചിട്ട് നമുക്ക് കൊടുക്കാം. കണ്ടില്ലേ ചോറ്? കണ്ട കറക്റ്റ് വെള്ളമായതുകൊണ്ട് ഒന്നോടൊന്നൊട്ടാണ്ട് നല്ല സൂപ്പറായിട്ട് വന്നിന്. അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ബാസ്മതി അരി വെക്കുമ്പോൾ കുറച്ച് നേരം കുതിർത്ത് വെക്കണം. ഒരു 20 മിനിറ്റെങ്കിലും കുതിർത്ത് വെക്കണം. അവിടെ സൂപ്പർ ചോറ്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു ഡിഷുമായിട്ട് വരുന്നത് വരെ താങ്ക് യു.